അല്ല, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇല്ലെന്നാ ചന്ദ്ര പറഞ്ഞത്. എങ്കിൽ പിന്നെ അധികം വച്ചോണ്ടിരിക്കാതിരിക്കുന്നതല്ലേ ബുദ്ധി. അവിടെ ചന്ദ്രയുടെ ബന്ധുക്കളുണ്ടല്ലോ, അവര് തീരുമാനിക്കട്ടെ. എന്തിനാ നമ്മൾ ഇതിനകത്ത് കയറി ഇടപെടുന്നത്? അതും ശരിയാ. അവളെ എന്റെ അച്ഛനെ കൊന്നത്. പറഞ്ഞേക്കവളോട് ഇന്നിവിടെ എരിയാൻ പോകുന്നത് അവളുടെ ചിതയാണെന്ന്. ചെയ്തതാരായാലും വല്ലാത്തൊരു ചെയ്തായിപ്പോയി അല്ലേ? വേഷമുള്ളി ചെന്നാ മരിച്ചത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. നടേശ സാർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനൊരു മാനസികാവസ്ഥ സാറിനുള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ചന്ദ്രയും ശരത്തും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോഴേക്കും മരണം കൊലപാതകമായി കഴിഞ്ഞു. കൊന്നത് ആരാണെന്നും ഏകദേശം രൂപമായി കഴിഞ്ഞു. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണ്ട. ചന്ദ്ര പറയുന്നത് മാത്രം നോക്കിയാൽ മതി. ചന്ദ്രയുടെ സംശയങ്ങൾ എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിഗണിച്ചല്ലേ പറ്റൂ. അല്ല, ആരായിരിക്കും കൊലപാതകി? അത് ഞാനായിട്ട് പറയില്ല. പറയുന്നതേ ശരിയല്ല. എല്ലാം എല്ലാവർക്കും മനസ്സിലാവും. അന്വേഷണം ഒന്ന് കഴിഞ്ഞോട്ടെ. അളിയ എടുക്കാന്നാ കാരണവന്മാര് പറയുന്നേ. അളിയനെ അന്വേഷിക്കുന്നുണ്ട് ചന്ദ്ര. എന്നെയോ? എന്തിന്? അതറിയില്ല. അളിയൻ അങ്ങോട്ട് ചെല്ല്. കൊന്നത് തന്നെ, അതിലൊരു സംശയം വേണ്ട.